ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും വളരെ ദയനീയമായ പ്രകടനമാണ് നെയ്മറുടെ ക്ലബ്ബായ സാന്റോസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ വോയ്വോദക്ക് ഇപ്പോൾ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പകരം ആര് വരും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ടിറ്റെ പകരമായിക്കൊണ്ട് വരുമോ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ഇതിലുള്ള ഒരു ക്ലാരിറ്റി ESPN ബ്രസീൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ടിറ്റെ സാന്റോസിന്റെ പരിശീലകനായിക്കൊണ്ട് എത്തില്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ക്രുസേറോയെ ആയിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചത്. അവിടെ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു. ഇതോടുകൂടി ബ്രസീലിയൻ ലീഗിൽ ഇനി പരിശീലക സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം ടിറ്റെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് പോവാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രസീലിയൻ ലീഗിലെ ടീമുകളുടെ പരിശീലക സ്ഥാനത്തേക്ക് ടിറ്റെ ഇനി എത്തില്ല. അതിനർത്ഥം സാന്റോസിന്റെ പരിശീലകനായിക്കൊണ്ട് അദ്ദേഹം എത്തില്ല എന്നുള്ളതാണ്. നിലവിൽ 2 പരിശീലകരെയാണ് സാന്റോസ് പരിഗണിക്കുന്നത്. ഒരാൾ കൂക്ക എന്ന പരിശീലകനാണ്. അതായത് ബ്രസീലിലെ വളരെ സീനിയറായ ഒരു പരിശീലകനാണ് കൂക്ക. ബ്രസീലിയൻ ലീഗിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ച ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. സാന്റോസിനെ തന്നെ 2 തവണ അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരാൾ അർജന്റീൻ ഇതിഹാസമായ ഹെർണൻ ക്രെസ്പോയാണ്. ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാവോ പോളോയുടെ പരിശീലകനായിരുന്നു ഹെർണൻ ക്രെസ്പോ. അവിടെ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ്. ഈ 2 പരിശീലകരെയാണ് സാന്റോസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇതിൽ തന്നെ കൂക്ക എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.